എന്താ വെച്ചാല് ഈ ഇതിലൊരു ബോർഡ് മീറ്റിംഗ് ഒരു ബോർഡ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു, വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞരൊക്കെ. അപ്പോൾ അവിടേക്ക് ചായ കൊണ്ടുവരുന്ന ആൾ പ്രതീക്ഷിക്കുക അവര് ആണവ ഊർജത്തെ പറ്റിയായിരിക്കും പറയേണ്ടത്, അല്ലെങ്കിൽ ഐൻസ്റ്റീനെ പറ്റി സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അയാൾ ചായം കൊണ്ടുവരിക. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, അയാൾ കേൾക്കാൻ പോകുന്നത് അവരുടെ ഒരു സഹപ്രവർത്തകയുടെ ഭർത്താവിനെ വേറൊരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതായ കഥയോ, അല്ലെങ്കിൽ വേറൊരു സഹപ്രവർത്തകൻ ഗവേഷണ ഫണ്ട് തട്ടിയെടുത്ത് കാറ് പിടിച്ച കഥയായിരിക്കും പറയാം. പരദൂഷണമാണ് അധികം പറയാൻ സാധിക്കും. ഈ പുസ്തകത്തിലുണ്ട്. അല്ല, പക്ഷെ പരദൂഷണം ഭയങ്കര മോശമായിട്ടല്ല ആൾക്കാർ പറയുന്നത്. പരദൂഷണമാണ് മനുഷ്യനെ ഒരുമിച്ച് നിർത്തിയെന്നാണ് അദ്ദേഹം ഒരു കാരണം. ഭാഷയുടെ ഒരു കഴിവ് പ്രയോഗിക്കപ്പെടുന്നത് പരദൂഷണത്തിലാണ്. നമുക്കൊരു 50 പേരടങ്ങിയ ഒരു സംഘത്തെ കൊണ്ടുപോകണമെങ്കിൽ, ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പുറത്തുള്ള ആനയെയും മയിലിനെയും ഒട്ടകത്തിനും കഥ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകളിൽ ആരൊക്കെ നല്ലവൻ, ആരൊക്കെ നമ്മളെ ചതിക്കും, നാളെ ആരും ചതിക്കാതെ അറിയില്ലല്ലോ, അതുപോലെ ആരൊക്കെ നമ്മളെ കട്ടയ്ക്ക് നിൽക്കും, ഇതൊക്കെ പറയുക എന്നുള്ളതാണല്ലോ പരദൂഷണം. മനുഷ്യനെ പറ്റി പറയുന്നത് ഇതാണ്. സംഘങ്ങളെ ഒരുമിച്ച് നിർത്തിയെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളുടെ ചെറിയ ബാൻസ് ഇല്ലേ, 50 പേരുള്ള 60 പേരുള്ള സംഘങ്ങൾ. അപ്പം നമുക്ക് 50 പേരുള്ള സംഘത്തിന് ഡയറക്റ്റ് 1 to 1 ഉണ്ടാക്കാൻ കഴിയുന്ന റിലേഷൻഷിപ്പ് എത്രയുണ്ടെന്നുള്ളത്, ബന്ധങ്ങൾ 1225 പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അതുപോലും 1 to 1 പോലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരദൂഷണങ്ങൾ എത്തിയാൽ മാത്രമേ നമുക്ക്, നമ്മുടെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മനുഷ്യർ ഒരുപാട് കാലം ഈ സാധനത്തിൽ കൊണ്ടുപോയി. അതുകൊണ്ട് പരദൂഷണത്തിന് വലിയ സംഭവം ഉണ്ടെന്ന് പറയണത്. പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. പരദൂഷണം ഇല്ലെങ്കിൽ കമ്പനി പിളർന്നു പോകും. ഈ പരദൂഷണത്തിൽ എന്താണ് ഇങ്ങനെ ഈ പ്രേമത്തിനും ഒക്കെ ഇത്ര വലിയ പരദൂഷണം തന്നെ ഇപ്പോഴും മാധ്യമങ്ങളിൽ മുഴുവൻ വരുന്നത്. നിങ്ങൾ മര്യാദയാണെന്ന് നിങ്ങളെ പറ്റി വല്ല വാർത്തയും വരുമോ? കൃത്യമായി ജോലി ചെയ്യുന്ന ആളെ പറ്റി വല്ല വാർത്തയില്ല, ഒന്നുമില്ലല്ലോ.